29 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് എ.ആർ. റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയുന്നത്. എ.ആർ. റഹ്മാനും സൈറ ബാനുവും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഹ്മാൻ നേരത്തെ കൊടുത്ത ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത്. 1995 ജനുവരി 6-നാണ് സൈറയെ ആദ്യമായി കാണുന്നതെന്ന് എ.ആർ. റഹ്മാൻ പറയുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ 28ാം പിറന്നാളായിരുന്നു. അതൊരു ദീർഘ സംഭാഷണമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഫോണിൽ ചാറ്റ് ചെയ്തു. അവൾ കച്ചിയും ഇംഗ്ലീഷുമാണ് സംസാരിച്ചിരുന്നത്. എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ഞാൻ ഇംഗ്ലീഷിലാണ് അവളോട് ചോദിച്ചത്. 1995 മാർച്ച് 12-ന് ചെന്നൈയിലായിരുന്നു ഇവരുടെ വിവാഹം. എ.ആർ. റഹ്മാൻ്റെ അമ്മയും സഹോദരിയും ചെന്നൈയിലെ തീർത്ഥാടക കേന്ദ്രത്തിൽ നിന്നാണ് സൈറയെ കാണുന്നതും സംസാരിക്കുന്നതും. സൗത്ത് ഇന്ത്യൻ കുടുംബവും ഗുജറാത്തി പശ്ചാത്തലവുമുള്ള സൈറയുമായി ഒത്തുപോയതിൻ്റെ കഥയും റഹ്മാൻ വിവരിക്കുന്നുണ്ട്. ഏതൊരു കുടുംബത്തെയും പോലെ പുതുതായി വരുന്ന ഒരാളുമായി പൊരുത്തപ്പെടാൻ കുടുംബത്തിന് അല്പം സമയമെടുത്തു. എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അമ്മയും പൊസസീവായിരുന്നു. കൂടാതെ ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബവുമായിരുന്നു. അക്കാലത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു. 1995-ൽ ഞങ്ങളുടെ മൂത്ത കുട്ടി ഖദീജയുടെ ജനനശേഷം എല്ലാ കാര്യവും നല്ല രീതിയിലായി എന്നും റഹ്മാൻ പറയുന്നു. എ.ആർ. റഹ്മാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ തീരുമാനിക്കുന്നതും വാങ്ങുന്നതും ഭാര്യ സൈറ ബാനുവാണ്. അവൾക്ക് ഇത്തരം കാര്യങ്ങളോട് ഏറെ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ തന്നെയാണ് കഴിഞ്ഞ 10-15 വർഷമായി എനിക്ക് വേണ്ടി വസ്ത്രങ്ങൾ വാങ്ങുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുകയും എന്നോട് അത് ധരിക്കാൻ പറയുകയും ചെയ്യും. കൂടുതലും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റ് നിറങ്ങളും കൂടി സെലക്ട് ചെയ്യാൻ ഞാൻ അവളോട് ആവശ്യപ്പെടാറുണ്ട്. ഇതൊരു വിവാഹം കഴിഞ്ഞ് ഒരു 15 വർഷങ്ങൾക്ക് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വാക്കുകളുള്ളത്. ഇവർ എന്തുകൊണ്ട് വേർപിരിയുന്നു എന്ന് നമുക്കറിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് നന്നായി ജീവിക്കുക. മറ്റുള്ളവരോട് വഴക്കടിച്ചും വെറുതെ ഒരു ജീവിതം കളയേണ്ടതില്ല. സന്തോഷത്തോടെ ജീവിക്കുക. ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കേണ്ട. ദൂരെയായിരിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ഓർക്കുകയും ഒന്ന് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഇതൊരു ജീവിതമാണ്.